ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇനി നാളെ സ്കൂളൊക്കെ തുറക്കുമല്ലേ. അപ്പം ഞാൻ വർക്കിംഗ് മമ്മാണ്. എൻ്റെ കൊച്ച് ആദ്യമായിട്ട് LKGയിൽ നാളെ ചേരുവാണ്. അപ്പം വലിയ ടെൻഷനൊന്നും ഇല്ല. എന്നാലും നമ്മൾ കുറച്ചും കൂടെ ടൈമിന് എല്ലാ കാര്യങ്ങളും തീർക്കാനുണ്ട്. പിന്നെ വർക്കിൻ്റെ കാര്യങ്ങൾ, കൊച്ചിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും മറന്നു പോകാതെ നമുക്ക് കുറച്ച് ടു ഡു ലിസ്റ്റ് അതുപോലെ പ്ലാനൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ജേർണലിനെ പറ്റിയിട്ട് വീഡിയോ കണ്ടത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ വീഡിയോസ് കണ്ടു, പക്ഷേ എനിക്ക് കണ്ടതിലൊരു 2-3 വീഡിയോസ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഡയറി പണ്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ജേർണൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ ജേർണൽസ് എന്ന് മറ്റേ ഓൺലൈനിൽ എന്തെങ്കിലും ബുക്ക് ഡയറി പോലെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നോക്കി. കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ട ഒരു കോളം എനിക്കിഷ്ടത്തിനനുസരിച്ച് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഒരു ബുക്ക് വാങ്ങിക്കാമെന്ന്, ബുക്കിൽ തന്നെ ചെയ്യാമെന്ന്. അപ്പം ശരിക്കും 2 ദിവസം മുമ്പ് ഞാൻ റിച്ചുവിന് വേണ്ടിയിട്ട് സ്കൂളിൽ തുറക്കുമല്ലേ, അപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനും അവിടെ എനിക്ക് പെട്ടെന്ന് ബുക്ക് കുറച്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം 2-3 ബുക്ക് വാങ്ങാൻ. അങ്ങനെ ഞാനൊരു 3-4 ബുക്ക് എനിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, എന്നാൽ പിന്നെ ആ ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി തുടങ്ങാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെയാണ് ഞാനിപ്പം ബുക്ക് എടുത്തിട്ട് ഞാൻ ആ ഒരു ആമസോണിലൊക്കെ കണ്ട കുറച്ച് ഐഡിയാസ് ഉണ്ടല്ലോ, അതും പിന്നെ യൂട്യൂബിൽ കണ്ട ഐഡിയ ഒക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുവാണ്. ഇപ്പം വരയ്ക്കുന്നത് ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടത് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ മന്ത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ ഓരോ ഡേറ്റ് ചെയ്തു. ഇപ്പോൾ 3 മുതൽ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ 3-ാം തീയതി മുതലാണ് 3, 4, 5 എന്ന് പറഞ്ഞിട്ട് 30 വരെ ഡേറ്റ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള കുറച്ച് കോളം വരച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ഞാൻ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എഴുതി. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ നാളെ മുതലൊന്ന് ഷുഗർ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഷുഗർ എഴുതി. പിന്നെ അതുപോലെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഫുൾ ടൈം വർക്ക് ഇരുന്നുള്ള വർക്കല്ലേ, അപ്പം കുറച്ച് ടൈം എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ കൊച്ചിൻ്റെ കൂടെ കുറേ ക്വാളിറ്റി ടൈം, അങ്ങനത്തെ എനിക്ക് തോന്നിയ കുറച്ച് പോയിൻറ്റ്സ് ഞാനിങ്ങനെ അതിൻ്റെ മേളിലിങ്ങനെ എഴുതിയേക്കാണ്. അതുപോലെ ഡെയിലി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, എൻ്റെ ഒരു കരിയറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും കുറച്ച് ടൈം എന്തെങ്കിലും പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രെയിനിങ്ങൊന്നും എഴുതി. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത്രയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു മെട്രിക്സ് പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഓരോ ദിവസവും നമ്മളത് ചെയ്തെങ്കിൽ ആ കോളം കളർ ചെയ്യാം, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് മാർക്ക് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പം അതിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ. ഇപ്പം നമ്മൾ 2-3-4 ദിവസം ഞാൻ ഷുഗർ കഴിച്ചില്ല എങ്കിൽ അത്രയും ദിവസത്തെ എനിക്ക് സ്കെച്ച് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പം ഞാൻ അത്രയും കഴിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ കഴിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലാങ്ക് ആയിട്ട് ഇടുമ്പോൾ ഇത്രയും ദിവസം ഞാൻ കഴിച്ചു ഷുഗർ. അപ്പം നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും, നമുക്ക് എന്തോരം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനിയിപ്പം നെക്സ്റ്റ് പേജിൽ ഞാൻ ഓരോ ഡേയിലും നമുക്കൊരു ടു ഡു ലിസ്റ്റ് പോലെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പം ഇപ്പം മൺഡേ, നാളെ ഇപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടു ഡു ലിസ്റ്റ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കുമ്പം നമുക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് ചെയ്യാൻ, എന്തെങ്കിലും വിട്ടു പോകാതെ നമുക്ക് മറന്നു പോകാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇനി അടുത്ത ഒരു കോളം വരയ്ക്കുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഞാൻ കുറച്ച് ബുക്കൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആപ്പ് നോക്കി, കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും നമ്മൾ ടു ഡു ലിസ്റ്റിലൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന രീതിയിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊന്ന് ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. അതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പണ്ട് ഡയറി എഴുതുമായിരുന്നു, പക്ഷേ ഈ ജേർണൽ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ എനിക്കങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരച്ചെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ജസ്റ്റ് സൺഡേ മൺഡേ എല്ലാം നെയിമെല്ലാം എഴുതി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പ്ലാൻ, മൺഡേയിലുള്ള പ്ലാൻ, അങ്ങനെ ഓരോന്നും വെച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഓരോ ഡേയിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് എൻ്റെ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി കൂടെ കോളം കുറച്ചുകൂടെ വലുതാക്കാമെന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചു ബുക്കല്ലേ, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കൊച്ചു കുട്ടികൾക്കും ജേർണൽസ് ഉണ്ടായിരുന്നു കേട്ടോ, അവൈലബിൾ ആണ് ഓൺലൈനിൽ, ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. 3-4 വയസ്സ് മുതൽ 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ജസ്റ്റ് ഒരു നമ്മളെന്ത് കഴിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എന്താണ് ഇഷ്ടപ്പെട്ടത്, അങ്ങനെ അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം നമുക്ക് ജസ്റ്റ് നമ്മളെന്നും അവരോടൊന്നും ചോദിച്ചാൽ അവരൊന്നും പറയത്തില്ല, പക്ഷെ കുറച്ച് സ്റ്റിക്കേഴ്സും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയുമായിരിക്കും. അപ്പോൾ ഞാൻ റിച്ചുവിന് വേണ്ടി ഒരെണ്ണം ഓർഡർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
ഓർഡർ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള ഒരു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഐഡിയയിൽ ഇത്രയുമാണുള്ളത്. ആദ്യമേ വരച്ചത് ജസ്റ്റ് നമുക്കിങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ എന്തോരം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ടും ഇപ്പോൾ ഈ വരച്ചേക്കുന്ന കോളം നമുക്ക് ജസ്റ്റ് എന്തൊക്കെ ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് പ്ലാൻ ചെയ്യാനുമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.